ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 6 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും, ഈ കാർഡ്സിൽ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വരിക, കാരണം അതിന്റെ ചില കോൺസെപ്റ്റ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിന് അത്ര എളുപ്പമായിട്ട് ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞാൻ മാക്സിമം എളുപ്പത്തിൽ പറഞ്ഞു തരാൻ നോക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പ്ലീസ് ആസ്ക് ദം ഇൻ ദ കമന്റ്സ്. ഓക്കെ, സോ ഇതിന് മുന്നേ ഉള്ള സെഷനിൽ 2 സെഷനായിട്ട് നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ആയിരുന്നു പഠിച്ചത്. അപ്പോ ആദ്യം നമ്മൾ റെസിസ്റ്ററിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ തടസ്സം നിൽക്കുന്ന ഓബ്ജക്റ്റ്. ഓക്കെ, ആൻഡ് അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ തടസ്സം എത്രയാണോ അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വയർ എടുക്കുകയാണ്, ഒരു കോപ്പർ വയർ ആണെന്ന് വിചാരിക്കാം. ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതായത് കറണ്ടിന് ഇതിലൂടെ കടന്നു പോകാൻ ഒരു എമൗണ്ട് ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടിനെ പറയുന്ന അതിനെ കുറിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഇതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇതിന് മുന്നത്തെ സെഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പം വിചാരിക്കുക, ഇതൊരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ, ഇത് വേറെ വയർ, ഇത് അലൂമിനിയം ആണ്, ഇത് കോപ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇങ്ങനെയുള്ള കൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് വിളിക്കും. അതേസമയം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്നിട്ട്, ഇപ്പൊ ഇതൊരു സർക്യൂട്ട് ആണ്, ഇതുവരെ വന്നിട്ട് ഈ പോയിന്റിൽ വന്നിട്ട് 2ആയി ഭാഗിച്ചു, എന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ കോപ്പർ വയർ ഇവിടെ വെച്ചു, ഇവിടെ റെസിസ്റ്റർ അലുമിനിയം അവിടെ വെച്ചു എന്നുണ്ടെങ്കിൽ ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇതിന് നമ്മൾ പാരലൽ എന്ന് പറയുന്നു. എന്തായാലും തിരിച്ച് ഈ ജംഗ്ഷൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്രയായിരിക്കും അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം പഠിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സെൽസിനെ കുറിച്ചും പഠിച്ചായിരുന്നു. അപ്പോൾ ചില കേസസിൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെ സിമ്പിൾ ആയി സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ പാരലൽ ആയിട്ടോ അല്ല വരുന്നത്. ആ ടോട്ടൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒത്തിരി കോംപ്ലക്സ് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള സീരീസ് പാരലൽ റൂൾ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സെഷൻ കിർച്ചോഫ് ലോസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കിർച്ചോഫ് ലോ 2 റൂൾ ഉണ്ട്. ആ 2 റൂൾ വെച്ച് നമുക്ക് പലപ്പോഴും കോംപ്ലക്സ് സർക്യൂട്ട്സിനെ സിമ്പിളായി പഠിക്കാനും പലപ്പോഴും അവിടെയുള്ള കറണ്ടും അല്ലെങ്കിൽ അവിടെയുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഇത് അപ്ലൈ ചെയ്തത്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു വലിയ സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ടിനകത്ത് കുറച്ച് വേരിയബിൾസ് കാണും. അപ്പൊ ആ വേരിയബിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ലോസിനെയാണ് നമ്മൾ കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ കിർച്ചോഫ് ലോയിൽ 2 ഡിഫറെന്റ് പാർട്സ് ഉണ്ട്, 2 ഡിഫറെന്റ് ലോസ് ആയിട്ടാണ് അത് പറയുന്നത്. ആദ്യത്തിന് നമ്മൾ ജംഗ്ഷൻ റൂൾ എന്നും രണ്ടാമത്തേതിന് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്നും പറയും. ഓക്കെ, അപ്പൊ കിർച്ചോഫ് ലോയിന് പോകുന്ന മുന്നേ നമുക്ക് ആദ്യം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്താണ് എന്ന് നോക്കണം. ഓക്കെ, സോ എപ്പോഴും ഓർക്കുക, ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ലോ ഓഫ് കൺസർവേഷനോ ആയിക്കോട്ടെ, അവിടെ വരാൻ പോകുന്നത് ഇറ്റ് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ്. ഓക്കെ, ഇപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുവാണെങ്കിൽ ദ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഇസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എനർജി ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ്. അതാണ് അതിന്റെ ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്, ഇതേപോലെ തന്നെയാണ്. മാസ് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ് എന്ന് പറയും. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ പലതാണെന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പറയുന്നത് എന്തിനാണോ കൺസർവേഷൻ ലോ വരുന്നത് അത് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ് എന്നായിരിക്കും. അപ്പൊ അതേപോലെ ചാർജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ചാർജ് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ്. അപ്പോൾ ഒരു സർക്യൂട്ടിന്റെ അകത്ത് ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ ചാർജും കറണ്ടും സെയിം തന്നെയാണ്. സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ചാർജിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് കറണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് സെഷനിൽ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഒരു സർഫസിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ കൂടെ കടന്നു പോകുന്ന ചാർജ്, ഇപ്പൊ ഇത് ഒരു വയറാണെന്ന് ഞാൻ പറഞ്ഞു, ലെറ്റ്സ് സേ ഇതൊരു കോപ്പർ വയറാണ്. അപ്പൊ ഇതിൽ കൂടെ ഞാൻ കുറച്ച് ചാർജിനെ കടത്തി വെക്കാം. അപ്പോൾ ചാർജ് ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ അങ്ങനെ കടന്നു പോകുമ്പോൾ സമയത്തിനനുസരിച്ച് എത്ര ചാർജ് കടന്നുപോയി ആ റേഷ്യോ, അതായത് ഈ കടന്നുപോയ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറണ്ട് കിട്ടും. അപ്പൊ ചാർജും കറണ്ടും എഫക്റ്റീവ്ലി സെയിം തന്നെയാണ്. ഒന്ന് ആ പ്രോപ്പർട്ടിനെ പറയുന്നു, മറ്റത് പെർ ടൈം പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് കറണ്ടും ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ് എന്ന് പറയാം. അപ്പൊ ഒരു ലൂപ്പിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഞാനൊരു ലൂപ്പ് ഉണ്ടാക്കണം, ഒരു സർക്യൂട്ട് ഉണ്ടാക്കണം. ഇതാണ് എന്റെ സർക്യൂട്ട്. ഒരു ബാറ്ററി കണക്ട് ചെയ്തു, ആൻഡ് ലെറ്റ്സ് സേ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ഐ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു Q/T നമുക്കറിയാം, ചാർജ് ബൈ ടൈം. അപ്പൊ ഈ ചാർജ് ഒരിക്കലും മാറത്തില്ല.
ഒരു റെസിസ്റ്ററിൽ ഒരു കറണ്ട് കയറി എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞു, ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു എന്ന് പറഞ്ഞു, ഇവിടെ വേറൊരു റെസിസ്റ്റൻസ് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്, ഒരു ജംഗ്ഷൻ വന്നു. സോ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാകുന്ന കറണ്ടിന് യാതൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് അതിന്റെ റീസൺ. അപ്പൊ കറണ്ട് പെട്ടെന്ന് ഒരു ജംഗ്ഷൻ വന്നെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് വന്നെന്നോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൽ വന്നെന്നോ എന്നുള്ളത് കൊണ്ട് കറണ്ട് ഒരിക്കലും മാറത്തില്ല. ഒരു ലൂപ്പിൽ എത്ര കറണ്ട് ഉണ്ടോ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അത് വെച്ചാണ് നമ്മൾ ആദ്യത്തെ കിർച്ചോഫ് ലോന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അതായത് ജംഗ്ഷൻ റൂൾ. സോ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഒന്നിൽ കൂടുതൽ പോയിന്റ്സ്, ഒന്നിൽ കൂടുതൽ പാത്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുവാണ് ഒരു വയർ ഇങ്ങനെ ഇരിക്കുന്നു, മറ്റൊരു വയറിന് ഞാൻ അതിൽ കണക്ട് ചെയ്തു. ഈ കണക്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. റെയിൽവേയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് കൊല്ലം ജംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നു അല്ലെ. കാരണം കൊല്ലത്ത് നിന്നും നമുക്ക് മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്നും കോട്ടയത്തിലോട്ട് പോവാം, കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലോട്ട് പോവാം, കൊല്ലത്ത് നിന്നും പുനലൂർ പോവാം, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരാം. അപ്പോ ഒന്നിൽ കൂടുതൽ പാത്ത് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നു. അതാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അതായത് തിരുവനന്തപുരം ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ പാത്തേ ഉള്ളൂ. ഇവിടുന്ന് ഒന്നെങ്കിൽ നോർത്തിലോട്ട് പോയാൽ കൊല്ലം, താഴോട്ട് പോയി കഴിഞ്ഞാൽ നാഗർകോവിൽ. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ഒരു ജംഗ്ഷൻ ഇല്ല. തിരുവനന്തപുരം ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ കൊല്ലം ഒരു ജംഗ്ഷനാണ്, കാരണം അവിടെ ഒന്നിൽ കൂടുതൽ പാത്ത് മീറ്റ് ചെയ്യുന്നു. കൊല്ലം ജംഗ്ഷനിൽ നിന്നും, ഇതാണ് കൊല്ലം ജംഗ്ഷൻ എന്ന് പറയുന്നത്, കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആലപ്പുഴ പോവാം, കോട്ടയം പോവാം, പുനലൂർ പോവാം, തിരുവനന്തപുരം പോവാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പാത്ത്. അതായത് തിരുവനന്തപുരം ജംഗ്ഷൻ ആണെങ്കിൽ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് നിന്നും നേരെ നമുക്ക് നാഗർകോവിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് ഒരു ജംഗ്ഷൻ. സോ ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പാത്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പോ അറ്റ് എനി ജംഗ്ഷൻ, ഓക്കെ, ഈ ലോ പറയുന്നത്, ജംഗ്ഷൻ റൂൾ പറയുന്നത്, അറ്റ് എനി ജംഗ്ഷൻ, ഏതൊരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദ സം ഓഫ് കറന്റ്സ് എൻറ്റർ, എത്ര കറന്റ് ആണോ അതിന്റെ അകത്ത് എൻറ്റർ ചെയ്യുന്നത്, എത്ര കറന്റ് കയറി പോകുന്നു, ഈക്വൽ ടു സം ഓഫ് കറന്റ് ലീവിംഗ് ഇറ്റ്. സിമ്പിൾ ആണ്. ഓക്കെ, ഒരു ജംഗ്ഷനിൽ എത്ര കറന്റ് കയറി പോകുന്നോ അത്രയും തന്നെ കറന്റ് ആ ജംഗ്ഷനിൽ ഇറങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ജംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് കറണ്ട് മാറത്തില്ല എന്നേ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയുവാണ്, ഇവിടെ ഒരു 1 ആംപിയർ കറന്റ് വരുവാണ്. ഓക്കെ, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ കറണ്ടിന് ഇങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. ഓക്കെ, ഞാൻ പറയുവാണ് അല്ലെങ്കിൽ ഒരു 5 ആംപിയർ കറണ്ട് വന്നു. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു. സോ ഈ 5 ആംപിയർ കറണ്ട് ഞാൻ പറയുവാണ്, ഇതിൽ കൂടെ 3 ആംപിയർ പോയി, ഈ പാത്തിൽ കൂടെ 3 ആംപിയർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാത്തിൽ കൂടെ ബാക്കി 2 ആംപിയറെ പോകാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ജംഗ്ഷൻ റൂൾ. ഒരു ജംഗ്ഷനിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി വന്നത് എത്രയാ? 5 ആംപിയർ ആണ്. ഓക്കെ, അപ്പൊ 5 ആംപിയർ കയറി വന്നെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി പോകുന്ന കറണ്ടും 5 ആംപിയർ തന്നെ ആയിരിക്കും. 3 + 2 5 ആംപിയർ തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ജംഗ്ഷൻ റൂൾ. ഓക്കെ, എന്തുകൊണ്ടാണ് ജംഗ്ഷൻ റൂൾ വരുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഉള്ളത്. ചാർജിന് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. ഇവിടെ 5 വന്നു കഴിഞ്ഞാൽ 5 തന്നെ ഇറങ്ങി പോകാം. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വരുമ്പോൾ ആപ്ലിക്കേഷൻ 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു ജംഗ്ഷൻ കരുതാം, ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ജംഗ്ഷൻ റൂൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഒരു ഈക്വൽ ടു ഇടുക. ഓക്കെ, കയറി പോകുന്ന കറണ്ട് നോക്കാം. ആദ്യം നോക്കാം, ഈ I6 എന്ന് പറയുന്നത് കയറി പോകുന്നു. ഓക്കെ, അതേപോലെ I4 എന്ന് പറയുന്നത് കയറി പോകുന്നു ജംഗ്ഷനിൽ. I2 എന്ന് പറയുന്നത് കയറി പോകുന്നു. ഓക്കെ, അപ്പൊ കയറി പോകുന്ന കറണ്ടിനെ ഒരു സൈഡിൽ എടുക്കാം. I1 കയറി തന്നെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ കയറി പോകുന്ന കറണ്ട്സിനെ ഒരു സൈഡിൽ എടുക്കാം. അപ്പോ എനിക്കറിയാം I6 കടന്നു പോകുന്നു, I6 പ്ലസ് I4 കയറി പോകുന്നു, I4 പ്ലസ് I2 കയറി പോകുന്നു, പ്ലസ് I1. കയറി പോകുന്ന കറണ്ടിനെ എല്ലാം ഒരു സൈഡിൽ എഴുതിയാൽ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി പോകുന്ന കറണ്ട് എഴുതണം. കയറി പോകുന്ന കറണ്ടിന്റെ സം ആയിരിക്കും ഇറങ്ങി പോകുന്ന സം. ഓക്കെ, അപ്പൊ I3 പ്ലസ് I5. ഓക്കെ, അപ്പൊ പലപ്പോഴും നമുക്ക് എന്ത് പറയും, ബാക്കിയെല്ലാം നന്നാണ്, ചിലപ്പോൾ I3 കണ്ടുപിടിക്കാനായിരിക്കും പറയാം. അപ്പൊ സിമ്പിൾ ആണ്. എത്ര കറണ്ട് കയറി പോകുന്നു, എത്ര കറണ്ട് ഇറങ്ങി പോകുന്നു ഞാൻ പറയുവാണ്. ഇപ്പൊ I3 2 ആംപിയർ ആണ്. ഇത് 2 എന്ന് പറഞ്ഞത്, 3 എന്ന് പറഞ്ഞത്, 5 എന്ന് പറഞ്ഞത്, 6 എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ പറയുവാണ് ഇത് 10 ആംപിയർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറയുവാണ് 2 + 3 5, 5 + 5 10, 10 + 6 16 ആംപിയർ കറണ്ട് കയറി പോയി. അതിൽ I3 + I5 ആണ് ടോട്ടൽ 16 ആവണം, ആയേ പറ്റൂ. അതാണ് ജംഗ്ഷൻ റൂൾ. അങ്ങനെയാണെങ്കിൽ I5 തന്നെ ആണെങ്കിൽ എനിക്ക് പറയാം I3 6 ആണെന്ന് പറയാം. ബാക്കിയുള്ള കറണ്ട് എത്രയാണോ അത്രയായിരിക്കും ഇറങ്ങി പോകും. ഇങ്ങനെയുള്ള കറണ്ടിന്റെ അൺനോൺ കണ്ടുപിടിക്കാൻ നമുക്ക് ജംഗ്ഷൻ റൂൾ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, അവിടെ കൂടെ ഒരു I3 I5 പറഞ്ഞു. നമ്പർ 2 ഞാൻ പറയുവാണ്. സോ I1 കയറി പോകുന്നു, ഞാൻ പറയുവാണ് I1 6 ആംപിയർ ആണ് എന്ന് പറയുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുവാണ് I3 4 ആംപിയർ ആയി.
അങ്ങനെയാണെങ്കിൽ I2 എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കുക എത്ര കറണ്ട് കയറി പോകുന്നു. ഇവിടെ കയറി പോകുന്ന എത്ര ഏതാ? I1 മാത്രമേ കയറി പോകുന്നുള്ളൂ. ജംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ I3 ഇറങ്ങി പോകുന്നു, I2 ഇറങ്ങി പോകുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്ത് എഴുതാം? I2 പ്ലസ് I3 ഇറങ്ങി പോകുന്ന കറണ്ട് എത്രയാണ്? വിൽ ബി ഈക്വൽ ടു I1 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് I2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ I2 ഈക്വൽ ടു I3 ഇപ്പുറത്തുണ്ട്, I1 മൈനസ് I3 എന്ന് എഴുതാം. ഓക്കെ, I1 6 ആംപിയർ ആണ്, I3 4 ആംപിയർ ആണ്. 6 മൈനസ് 4 വിൽ ബി ഈക്വൽ ടു 2 ആംപിയർ. ഇങ്ങനെയുള്ള കറണ്ട് വാല്യൂ എത്രയാണ് ഒരു ജംഗ്ഷനിൽ നിന്നും കയറി പോകുന്നത്, ഇറങ്ങി പോകുന്നത്, അതിനുള്ള അൺനോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജംഗ്ഷൻ റൂൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ജംഗ്ഷൻ റൂൾ വരുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, സോ ജംഗ്ഷൻ റൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത്തിരി കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനാണ്. അല്ലെങ്കിൽ പലപ്പോഴും സർക്യൂട്ടിൽ നമുക്ക് പ്രാക്ടിക്കലി ആപ്ലിക്കേഷൻ വരുന്നത് ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ കറണ്ടിനെ കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക് അതിൽ നിന്നും പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് ലൂപ്പ് അല്ലെങ്കിൽ മെഷ് റൂൾ ആണ്. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ആയി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ വീഡിയോ അവസാനം വരെ കാണുക, കാരണം നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ലൂപ്പ് അല്ലെങ്കിൽ മെഷ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ അയ്യോ ഇത് എന്താണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക, നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറയാം. ദി ആൽജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൌണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് will be equal to 0. ഒന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി. സിഗ്മ വി will be equal to 0. ടോട്ടൽ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജ് ആണ് പറയുന്നത്. ഓക്കെ, ആൽജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ, ടോട്ടൽ വോൾട്ടേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അത് ഒരു ക്ലോസ്ഡ് ലൂപ്പിനാണ് നമ്മൾ എടുക്കുന്നത്, വിച്ച് ഇൻവോൾവ്സ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ്. എപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, സെല്ലിന് ഒരു EMF ഉണ്ട്. ആ EMF-ൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറച്ചു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ എഫക്റ്റീവ് വോൾട്ടേജ് കിട്ടും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അറിയാത്തവർ നോക്കുക. ഓക്കെ, അപ്പോൾ EMF എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജ്, സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം V ഈക്വൽ ടു EMF മൈനസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻടു കറണ്ട് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതായിരിക്കും എന്റെ സെല്ലിന്റെ വോൾട്ടേജ്. ഇനി ഞാനൊരു ചുമ്മാ ഒരു സർക്യൂട്ട് വരയ്ക്കണം കേട്ടോ. സെല്ലിന്റെ വോൾട്ടേജ് ഞാനിപ്പോ പറഞ്ഞു, ഇതൊരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ആ റെസിസ്റ്റർ ഒരു വോൾട്ടേജ് ഉണ്ടാക്കും. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം IR ആണ് ആ റെസിസ്റ്ററിന്റെ ഉണ്ടാകുന്ന വോൾട്ടേജ്. ഓക്കെ, അപ്പോ ഈ വിയും ഈ കിട്ടുന്ന വിയും സെയിം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന V ഈക്വൽ ടു E മൈനസ് IR വിൽ ബി ഈക്വൽ ടു ഈ റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന IR. ഇതാണ് നമ്മുടെ ലൂപ്പ് ഓർ മെഷ് റൂൾ പറയുന്നത്. അപ്പോ സ്റ്റേറ്റ്മെന്റ് ആയി പറയുമ്പോൾ പറയുക ആൽജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്ലോസ്ഡ് ലൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് സെൽസ് ആൻഡ് റെസിസ്റ്റേഴ്സ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ V സെൽ എന്ന് പറയുകയാണ്, ഇതിനെ V റെസിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാം VC ഈക്വൽ ടു VR അല്ലെങ്കിൽ VC മൈനസ് VR will be equal to 0 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സിഗ്മ, അതാണ് ഞാൻ പറഞ്ഞത്, സിഗ്മ V ഈക്വൽ ടു 0. ടോട്ടൽ എല്ലാത്തിന്റെയും ഓരോ കമ്പോണന്റ് എടുത്തിട്ട് അതിന്റെ എല്ലാം പൊട്ടൻഷ്യൽ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ടോട്ടൽ സം കിട്ടുന്നത് 0 ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും ഒന്നെങ്കിൽ നിങ്ങളുടെ തിയറി എക്സാമിന്, അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന്, പ്ലസ് ടു പബ്ലിക് എക്സാമിന്, അല്ലെങ്കിൽ JEE നീറ്റ്, ഇത് രണ്ടിനും ഇതുപോലുള്ള സർക്യൂട്ട് ആയിരിക്കും തരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ സർക്യൂട്ട് വരും, എന്നിട്ട് പറയും ഏതെങ്കിലും ഡേറ്റ അൺഅവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ പറയും, ഒന്നെങ്കിൽ പറയും ഏതെങ്കിലും ഒരു റെസിസ്റ്ററിൽ കൂടെ കയറി പോകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് എല്ലാം ഒന്നാണ്, ചിലപ്പോൾ പറയും ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് എന്ന് ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു അൺനോൺ ആയിരിക്കും ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, കറണ്ടും റെസിസ്റ്ററും എല്ലാം തന്നാണ് എന്നിട്ട് ചോദിക്കും ഒരു സെല്ലിന് എത്രയാണ് അതിന്റെ വോൾട്ടേജ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജംഗ്ഷൻ റൂൾ വെക്കുന്നത്. അപ്പൊ ജംഗ്ഷൻ റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ആദ്യം ശ്രദ്ധിക്കാം, ജംഗ്ഷൻ റൂൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിൽ കറണ്ട് പോകും. നമുക്കറിയാം കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിലും കറണ്ട് എന്ന് പറയുന്നത് ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറഞ്ഞ റൂൾ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. എന്നാലും കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഒരു സെല്ലിന്റെ എപ്പോഴും അറിയും, ഒരു സെൽ വരച്ചു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ
പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് ഇങ്ങനെ പോകുന്നത്. പുറത്ത് നോക്കും, സെല്ലിന്റെ അകത്ത് നെഗറ്റീവ് നിന്നും പോസിറ്റീവിലോട്ടായിരിക്കും പോകുന്നത്. സെല്ലിന്റെ പുറത്ത് ആ ലൂപ്പിൽ എപ്പോഴും ഇത് പോസിറ്റീവ് സൈഡും ഇത് നെഗറ്റീവ് സൈഡും ആണ്. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടായിരിക്കും എപ്പോഴും കറണ്ട് പോകുന്നത്. കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് കറന്റ്, ഡയറക്ഷൻ ഓഫ് കറന്റ് അത് നോക്കണം. ഇനി നമ്മളുടെ ലൂപ്പ് ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ഏത് ഡയറക്ഷനിൽ ഈ സർക്യൂട്ടിനെ നോക്കുന്നു, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ രണ്ടും വെച്ചായിരിക്കും നമ്മൾ പലപ്പോഴും ഈ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയുവാണ്, ആദ്യം ഞാൻ സെൽ വരച്ചു. ഓക്കെ, ഞാൻ പറയുവാണ് ഞാൻ ഈ ഡയറക്ഷനിൽ പോകുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ പോകുന്ന ഡയറക്ഷൻ, ഞാൻ നോക്കുന്ന ഡയറക്ഷൻ. എനിക്ക് ഒരു സർക്യൂട്ടിനെ ഞാൻ പറയുന്നത് ഇങ്ങനെയും എനിക്ക് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കാം, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കാം, സോറി തിരിച്ചു നോക്കാം, ഇങ്ങനെയും നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും നോക്കാം. ഓക്കെ, സർക്യൂട്ടിൽ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ലൂപ്പ് ചെയ്യുന്നു. ഇപ്പൊ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുവാണ് ലെറ്റ്സ് സേ ഇത് എ ബി സി ഡി ഇ എഫ്. ഓക്കെ, അപ്പൊ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എ ബി ഇ എഫ് എ, അതൊരു ലൂപ്പാണ്. പറഞ്ഞാൽ ഇവിടെ തുടങ്ങുന്ന സ്ഥലത്തിൽ തീരുന്നു. ശരിയാണോ? രണ്ടാമത്തെ ലൂപ്പ് ബി സി ഡി ഇ ബി, അതൊരു ലൂപ്പാണ്. ഓക്കെ, ഇങ്ങനെയാണ് ലൂപ്പ് നോക്കുന്നത്. അപ്പൊ ആ ലൂപ്പ് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ലൂപ്പ് നോക്കാം, അതായത് ഈ ഡയറക്ഷൻ ഇങ്ങനെ ബിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കും. അല്ലെങ്കിൽ തിരിച്ചും എനിക്ക് അതേപോലെ നോക്കാം, ബിയിൽ തുടങ്ങി ഇപ്പുറത്ത്, അതായത് ആദ്യത്തെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞപ്പോൾ എന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബി സി ഡി ഇ ബി ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു നോക്കാം, ഇങ്ങനത്തെ ഡയറക്ഷൻ, അങ്ങനത്തെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്റെ ഡയറക്ഷൻ ബി ഇ ഡി സി ബി ആയി. ഓക്കെ, അപ്പൊ ഏത് രീതിയിൽ വേണോ എനിക്ക് സർക്യൂട്ടിനെ നോക്കാം. ഓക്കെ, അതാണ് എന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഞാനിവിടെ റെഡ് കൊണ്ട് കാണിച്ചിരുന്നു. അപ്പൊ അങ്ങോട്ടാണ് ഞാനിപ്പോ നോക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ള കേസിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ സെല്ലിന്റെ പോസിറ്റീവ് നിന്നും നെഗറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയാൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് ഞാൻ നോക്കിയാൽ അവിടെ എനിക്ക് എപ്പോഴും എടുക്കേണ്ടത് നെഗറ്റീവ് വി എന്നായിരിക്കും സെല്ലിനെ എടുക്കേണ്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സെല്ലിന്റെ ഇ എം എഫ് എനിക്ക് എടുക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വി ആയിട്ട് എടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. തിരിച്ചാണെങ്കിലോ ഞാൻ പറയുവാണ്, നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നോക്കുവാണ്, ബി സി ഡി ബി എ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരുന്നത്. സെല്ലിന്റെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ റെഡ് കൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു, ഇതാണ് എന്റെ സെൽ. ഓക്കെ, സെല്ലിന്റെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ആ സെല്ലിനെ എനിക്ക് ആഡ് വേണം ചെയ്യാം. സെല്ലിന്റെ ഇ എം എഫ്, സെല്ലിന്റെ വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇ എം എഫ് മൈനസ് ഇന്നർ റെസിസ്റ്റൻസ് ഇൻറ്റു ആർ ആണ്, ഇന്നർ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ്, ഐ ഇൻറ്റു ആർ. ഓക്കെ, നെക്സ്റ്റ് അപ്പം സെൽസിന്റെ കാര്യം പറഞ്ഞു. സെല്ലുണ്ട്, ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ സെൽസിന്റെ കാര്യം പറഞ്ഞു. സെൽ എങ്ങനെയാണ് നോക്കേണ്ടത്? ഞാൻ പോകുന്ന ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് ബി എടുക്കുക. ഞാൻ പോകുന്ന ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് ബി എടുക്കുക. സിമ്പിൾ. വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൂൾ പറയുമ്പോൾ ഇത് പറയണമെന്നില്ല, പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓർത്തിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഇത് പലപ്പോഴും ഇത് കാണുമ്പോൾ കൺഫ്യൂസിംഗ് ആയിരിക്കും, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് റെസിസ്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസ് നിൽക്കുവാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ആദ്യം ഞാൻ ഈ ഡയറക്ഷനിൽ തന്നെ പോകുന്നു, എന്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ വരും. അപ്പൊ അവിടെ കറണ്ടിന്റെ ഡയറക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഇത്, കറണ്ട് റെസിസ്റ്ററിൽ കയറി പോകുന്ന ഡയറക്ഷൻ അത് തന്നെയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നോക്കുക, കറണ്ട് കയറി പോകുന്നു, ഐ കയറി പോകുന്നു. ഓക്കെ, ഐ കയറി പോകുന്ന ഡയറക്ഷനും ഞാൻ നോക്കുന്ന റെഡിലാണ് എപ്പോഴും ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കുന്ന ഡയറക്ഷനും കറണ്ട് കയറി പോകുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ, സെയിം ഓർക്കാം, സെയിം ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, സെയിം ആണെങ്കിൽ നെഗറ്റീവ് ഐ ആർ എന്ന് എടുക്കാം. അതായത് ഇതിന്റെ റെസിസ്റ്റൻസ് ആറും ഈ വരുന്ന കറണ്ട് ഐയും ആണെങ്കിൽ സെയിം ആണ്. അപ്പൊ എപ്പോഴും ഞാൻ നെഗറ്റീവ് ഐ ആർ എന്നായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം, പക്ഷെ നെഗറ്റീവ് ഐ ആർ എന്നാണ് എടുക്കേണ്ടത്. ഇനി നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാലോ, കറണ്ട് ഇങ്ങനെ കയറി പോകുന്നു, പക്ഷെ ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എന്നുണ്ടെങ്കിൽ, സോ കറണ്ട് ഞാൻ നോക്കുന്ന ഡയറക്ഷൻ റെഡിൽ കാണിച്ചിട്ടുണ്ട്, അങ്ങോട്ടാണ്. കറണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോസിറ്റീവ് ഐ ആർ ആയിരിക്കും എടുക്കേണ്ടത്. ഈ 4 റൂൾ, ഈ 4 സബ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്ന ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വോൾട്ടേജിനെ നെഗറ്റീവ് വി എന്നായിരിക്കും എടുക്കുന്നത്. ഓക്കെ, സെല്ലിന്റെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടുള്ള ഡയറക്ഷനാണ് ഞാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പ്ലസ് വി എന്നായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് റെസിസ്റ്ററിന്റെ കേസിൽ വരുമ്പോൾ കറണ്ട് ഡയറക്ഷനും എന്റെ ഡയറക്ഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഓർക്കുക. ഞാൻ ഓർത്ത് വെക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഷോർട്ട് കട്ടിൽ ഓർത്ത് വെക്കും. സെയിം ആണെങ്കിൽ നെഗറ്റീവ്, ഡിഫറെന്റ് ആണെങ്കിൽ പോസിറ്റീവ്, ഇത്രയും ഓർത്താണ്. ഓക്കെ, അപ്പൊ സെയിം ആണെങ്കിൽ IR എടുത്ത് നെഗറ്റീവ് ആക്കി, ഡിഫറെന്റ് ആണെങ്കിൽ IR പോസിറ്റീവ് ആയിരിക്കും. അതായത് ഞാൻ നോക്കുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോസിറ്റീവ് IR എന്ന് എടുക്കും. ഓക്കെ, ഈ 4 റൂൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സോ പ്രോബ്ലത്തിൽ ഇവിടെ പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നു AIEEE ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം, നിങ്ങളുടെ JEE മെയിൻസ് എന്ന് പറഞ്ഞ എക്സാം ഇല്ലേ, JEE മെയിൻസ് അഡ്വാൻസിലെ മെയിൻസ്, ആ മെയിൻസിൽ 2008 വന്ന ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, 2 ക്ലോസ്ഡ് ലൂപ്പ് ഉള്ള ഒരു സർക്യൂട്ടാണ്. ഏതൊക്കെയാണ് ഇവിടുത്തെ ക്ലോസ്ഡ് ലൂപ്പ്? ആദ്യത്തെ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എയിൽ തുടങ്ങിയാൽ AB EF എന്നിട്ട് തീരണം, അവിടെ തന്നെ തീരണം. എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ തീരണം, അതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ്. എവിടെ തുടങ്ങിയോ അവിടെ അവസാനിക്കുന്നു, അതാണ് ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, അപ്പൊ അതൊരു ലൂപ്പായി. രണ്ടാമത്തെ ലൂപ്പ് ലെറ്റ്സ് സേ ഞാൻ ബിയിൽ തുടങ്ങുവാണ്. അപ്പോ B CDE B 2 ലൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 ലൂപ്പ് ഉള്ള ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. സോ ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു 10 ഓം റെസിസ്റ്റർ ഉണ്ട്. അപ്പൊ ഈ 10 ഓം റെസിസ്റ്ററിൽ എത്ര കറണ്ട് ആയിരിക്കും കടന്നു പോകുന്നത് എന്നുള്ളത് ആണ് ചോദ്യം. അപ്പൊ നമുക്ക് ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളും വെച്ച് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ എപ്പോഴും ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും ഉണ്ടാവുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഡയറക്ഷൻ, ഓക്കെ, ഡയറക്ഷൻ ഓഫ് സോൾവർ അല്ലെങ്കിൽ യൂസർ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ ഓഫ് us, ഓക്കെ, ആൻഡ് ഡയറക്ഷൻ ഓഫ് കറന്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞു റെഡിൽ കാണിച്ചിരുന്നത് എന്റെ ഡയറക്ഷൻ, ഞാൻ കാണുന്ന ഡയറക്ഷൻ. മറ്റൊന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ട്, എന്നാലേ മാത്രമേ നമുക്ക് റെസിസ്റ്ററിന്റെ കറണ്ട് പോകും. അപ്പൊ എപ്പോഴും ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലെ കറണ്ടിന്റെ ഡയറക്ഷൻ ഏതാണ് എന്ന് നമ്മൾ ആദ്യം അറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഒരു സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാം. കറണ്ടിന്റെ ഡയറക്ഷൻ മനസ്സിലായാൽ മാത്രമേ നമുക്ക് ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം ശ്രദ്ധിക്കാം, എപ്പോഴും ഒരു കറണ്ട് വരുന്ന ഒരു സെല്ലിൽ നിന്നാണല്ലോ. ഒരു ബാറ്ററി കണക്ട് ചെയ്താലേ ഒരു കറണ്ട് ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുവാണ് എന്റെ ബൾബ് ഞാൻ ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ബൾബ് വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ, അതിൽ കറണ്ട് ഒന്നുമില്ല. ആ ബൾബിനെ പിടിച്ച് ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ മാത്രമേ ആ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ബൾബിൽ പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴും സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കറണ്ട് ഉള്ളൂ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 2 സെൽസ് ഉണ്ട് അല്ലെ, ഒരു 5 വോൾട്ടേജ് സെൽ ഉണ്ട്, 5 വോൾട്ടേജ് സെൽ ഈ കാണിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു 2 വോൾട്ടേജ് സെൽ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും കറണ്ട് ഡയറക്ഷൻ? കാരണം ഇപ്പൊ ഈ സെൽ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു സെല്ലിന്റെ ഈ വലിയ അടയാളം, വലിയ വര എന്ന് പറയുന്നത് പോസിറ്റീവും ചെറിയ വര എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അപ്പൊ എപ്പോഴും പറഞ്ഞു ലൂപ്പിൽ നോക്കുമ്പോൾ, അതായത് സർക്യൂട്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ സർക്യൂട്ടിൽ നോക്കുമ്പോൾ ഇതാണ് എന്റെ ക്ലോസ് സർക്യൂട്ട് എന്നുണ്ടെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പൊ ഈ സെൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇങ്ങോട്ട് പോകും. മറ്റേ സെൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, മറ്റേ സെൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ്, അപ്പൊ കറണ്ട് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, ഇടിക്കും അല്ലെ. അപ്പൊ എവിടെയാണ് കറണ്ട് എന്നുള്ള ഡയറക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അങ്ങനെ വരുമ്പോൾ ഓക്കെ, ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ള കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം, ഏതാണോ വലിയ സെൽ അതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ വെച്ച് കറണ്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ സെൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏതാണോ വോൾട്ടേജ് കൂടിയ സെൽ ആ സെല്ലിന്റെ ഡയറക്ഷൻ വരച്ചാൽ മതി, നമുക്ക് അവിടുത്തെ കറണ്ട് കിട്ടും. അപ്പൊ ഞാൻ പറയുവാണ്, അപ്പൊ വലിയ സെൽ നോക്കി, ഇതാണ് വലിയ സെൽ, 5 വോൾട്ടേജ് സെൽ. അപ്പൊ 5 വോൾട്ടേജ് ഉള്ള സെല്ലിന്റെ അനുസരിച്ചായിരിക്കും നമ്മൾ കറണ്ട് വരയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത്? ഓക്കെ, ഞാൻ പറയുവാണ് ഇതിൽ നിന്നും ഒരു I1 കറണ്ട് ഇറങ്ങി പോയി എന്ന് ഞാൻ പറയുവാണ്. ആ I1 കറണ്ട് എങ്ങനെയാ പോകുന്നത്? ഇവിടുത്തെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടായിരിക്കും കയറി പോകാൻ വരുന്നത്. ഓക്കെ, അപ്പൊ I1 ഇങ്ങനെ പോയി,
ഈ സെല്ലിൽ നിന്ന് ഇറങ്ങി I1 ഇങ്ങനെ പോവാണ്. ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു. ബി എന്ന് പറയുന്ന പോയിന്റ് ഒരു ജംഗ്ഷൻ ആണ്. അപ്പൊ ജംഗ്ഷൻ വരുമ്പോൾ ഞാൻ പറയുവാണ് കുറെ കറണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർ വന്നു, ഒരു ജംഗ്ഷൻ ഉണ്ട്, 5 പേര് അങ്ങോട്ട് കയറി പോകും, 5 പേര് ഇങ്ങോട്ട് കയറി പോകും. ഓക്കെ, അതാണ് ജംഗ്ഷൻ റൂൾ പറഞ്ഞത് നേരത്തെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഒരു I2 കറണ്ട് കയറി പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, I1 കറണ്ട്, I1 ആണ് ഇത്, I1 കറണ്ട് സെല്ലിൽ നിന്നും ഇറങ്ങി അതിൽ ജംഗ്ഷൻ കഴിഞ്ഞ് സിയിലോട്ട് I2 കറണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടെ ബിയിൽ നിന്നും ഇയിലോട്ട് പോവാം, ബിയിൽ നിന്നും സിയിലോട്ട് I2 പോയി ഡയറക്ഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്നും ഇയിലോട്ട് എത്ര കറണ്ട് ആയിരിക്കും പോകുന്നത്? നമുക്ക് അവിടെ ലൂപ്പ് റൂൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ജംഗ്ഷൻ റൂൾ പറയുന്നത് എന്തുവാ നമുക്കറിയാം. അപ്പൊ ഇത് ഞാൻ I3 എന്ന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ആ കൊടുത്ത I3 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം I1 ഈക്വൽ ടു I2 പ്ലസ് I3. കാരണം ഈ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ജംഗ്ഷൻ എത്ര കറണ്ട് കയറി പോകുന്നു? I1 കറണ്ട് കയറി പോകുന്നു, ഇറങ്ങി പോകുന്നത് I3യും I2 ആണ്. അപ്പൊ ജംഗ്ഷൻ റൂൾ പറയുന്നത് സം ഓഫ് കറണ്ട് എന്ററിംഗ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിംഗ്. അപ്പൊ എന്ററിംഗ് കറണ്ട് I1 ആണ്, അതിന്റെ വേറെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ സമ്മൊന്നുമില്ല. അപ്പൊ I1 കയറി പോയി. അപ്പൊ I1 വിൽ ബി ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിംഗ്. എത്ര കറണ്ട് ലീവ് ചെയ്യുന്നു? I2 കറണ്ട് ലീവ് ചെയ്യുന്നു, I3 കറണ്ട് ലീവ് ചെയ്യുന്നു. അപ്പൊ I1 ഈക്വൽ ടു I2 പ്ലസ് I3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം I3 വിൽ ബി ഈക്വൽ ടു I1 മൈനസ് I2. ഓക്കെ, അപ്പൊ ബിയിലോട്ട് പോകുന്ന ഡയറക്ഷൻ, ആ ഡയറക്ഷനിൽ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 മൈനസ് I2 ആയിരിക്കും. ഓക്കെ, ചോദിച്ചേക്കുന്നത് എന്തുവാ? ഈ 10 ആംപിയറിൽ എത്ര കറണ്ട് കയറി പോകുന്നു എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ I1 മൈനസ് I2 സോൾവ് ചെയ്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ജംഗ്ഷൻ റൂൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചത് എന്തുവാ? എത്ര കറണ്ട് ഇതിൽ കൂടെ കയറി പോകുന്നു എന്നുള്ളതിന് ഒരു വേരിയബിൾ വേയിലോ ഒരു ഇത് കിട്ടി, ഒരു എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ എനിക്ക് I1 ഉം I2 അറിയാൻ പറ്റും എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ കൂടെ എത്ര കറണ്ട് കയറി പോകുന്നു എന്നുള്ളത് I1 മൈനസ് I2 എടുത്തു കഴിഞ്ഞാൽ ആ 10 ഓമിലുള്ള റെസിസ്റ്റൻസിലുള്ള കറണ്ട് എത്രയാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ആ I1 I2 എങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് നമ്മൾ ഈ മെഷ് റൂൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നോക്കാം. അപ്പൊ ഞാൻ പറയുവാണ്, അപ്പൊ തിരിച്ച് ഇനി നോക്കാം. അപ്പൊ ഇവിടെ കറണ്ട് കയറിപ്പോയി, ബി സിയിൽ കയറിപ്പോയി, ആ കറണ്ട് തന്നെയാണ് ഇവിടെ വരുന്നു, ഇതിൽ കൂടെ കയറിപ്പോയി, ഇതിൽ കൂടെ കയറിപ്പോയി. ഇ എന്ന് പറഞ്ഞ ജംഗ്ഷൻ നോക്കാം. ഇ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഈ ഇവിടെ I3 അല്ല, I3 നമ്മൾ I1 മൈനസ് I2 എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന് പകരം I1 മൈനസ് I2 എന്ന് എഴുതുവാണ്. ഓക്കെ, അപ്പോ I2 കറണ്ട് ഇതിൽ കൂടെ വന്നു, I1 മൈനസ് I2 കറണ്ട് ഇതിൽ കൂടെ വന്നു. രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇത് തിരിച്ച് കയറി പോകുന്നു I2 പ്ലസ് I1 മൈനസ് I2 അല്ലെ? എത്ര കറണ്ട്, അതായത് കയറി പോകുന്ന കറണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജംഗ്ഷനിൽ കയറി പോകുന്ന കറണ്ടാണോ എത്രയാണോ അത്രയായിരിക്കും ഇറങ്ങി പോകുന്ന കറണ്ട്. അപ്പൊ ഇവിടെ ഇ എന്ന് പറഞ്ഞ ജംഗ്ഷൻ നോക്കുക, ജംഗ്ഷൻ അറ്റ് ഇ ഞാൻ പറയുവാണ് കയറി പോകുന്ന കറണ്ട് എത്രയാ? ആദ്യം ഇത് കയറി പോകുന്നു, ഇത് എനിക്കറിയാം I2 ആണെന്നറിയാം, I2 പ്ലസ് ഇത് കയറി പോകുന്നു പ്ലസ് I1 മൈനസ് I2. അപ്പൊ മൈനസ് I2 പ്ലസ് I2 കട്ട് ചെയ്ത് പോകും I1. അപ്പൊ തിരിച്ച് I1 കറണ്ട് തന്നെ ആയിരിക്കും തിരിച്ച് കയറി പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ആ ഒരു ലൂപ്പ് വരച്ച് നോക്കുമ്പോൾ എത്ര കറണ്ട് ആണോ ഈ ബാറ്ററിയിൽ ലീവ് ചെയ്യുന്നത് അത്രയും തന്നെ കറണ്ട് അവസാനം ബാറ്ററിയിൽ കയറി പോകണം. സിമ്പിൾ ലോജിക് ആണ്. ഓക്കെ, അപ്പോ വരച്ച് വരുമ്പോൾ അവസാനം ഇവിടെ കറണ്ട് വേറെ വല്ലതുമാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വരച്ച തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ലൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്യൂട്ട് വരച്ച് വരുമ്പോൾ അവസാനം ഇവിടെ കിട്ടുന്നത് വേറെ I1 പകരം I4 എന്നോ അല്ലെങ്കിൽ I1 മൈനസ് I2 എന്നോ I2 മൈനസ് I1 എന്നോ അല്ലെങ്കിൽ I3 എന്നോ എന്തെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കാൻ നമ്മൾ വരച്ച ലൂപ്പ് തെറ്റാണ്. കാരണം ഒരു സെല്ലിൽ നിന്നും എത്ര കറണ്ട് ഇറങ്ങിപ്പോയോ അത്രയും തന്നെ കറണ്ട് ഇവിടെ തിരിച്ചു വന്ന് കയറുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, പോസിറ്റീവ് സൈഡിൽ നിന്ന് I1 കയറി പോയി, അത് രണ്ടായി പിരിഞ്ഞു, പക്ഷെ തിരിച്ച് I1 കറണ്ട് തന്നെ നെഗറ്റീവിൽ കയറി പോകും. അപ്പൊ നമ്മൾ വരച്ച സർക്യൂട്ട് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നോക്കാം. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് സർക്യൂട്ടിനെ എങ്ങനെ വേണം നോക്കാം. ക്ലോക്ക് വൈസ് നോക്കാം, ആന്റി ക്ലോക്ക് വൈസ് നോക്കാം. അപ്പൊ ഞാൻ എന്റെ കേസിൽ ഞാൻ ക്ലോക്ക് വൈസ് നോക്കാൻ പോവാണ്. ഇതാണ് എന്റെ ഡയറക്ഷൻ. രണ്ട് ലൂപ്പ് ഉണ്ട്. ഇത് ലൂപ്പ് നമ്പർ 1, ലൂപ്പ് നമ്പർ 2. നേരത്തെ ഞാൻ പറഞ്ഞു ലൂപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ABEFA, ലൂപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് BCDEB. ഓക്കെ, അപ്പൊ രണ്ട് ലൂപ്പിന് നമുക്ക് ഇക്വേഷൻസ് എഴുതാം, ഈ ആൽജിബ്രൈക് സം നമുക്ക് എഴുതാം, ഈ ലൂപ്പ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ആ രണ്ട് ലൂപ്പിനെയും ഞാൻ നോക്കാൻ പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ABEFA എന്ന് പറഞ്ഞ ഡയറക്ഷനും BCDEB എന്ന് പറഞ്ഞ ഡയറക്ഷൻ രണ്ടും ഞാൻ ക്ലോക്ക് വൈസ് തന്നെ നോക്കാൻ പോവാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ലൂപ്പ് റൂൾ പറയുമ്പോൾ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിൽ ഞാൻ നോക്കുന്നു,
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് അറിയാം, രണ്ടും അറിയാം. ഇവിടെ കറണ്ട് പോകുന്ന ഡയറക്ഷൻ അറിയാം. ഇവിടെ I1 കറണ്ട് പോകുന്നു, ഇതിൽ കൂടെ I1 മൈനസ് I2 കറണ്ട് പോകുന്നു, ഇതിൽ കൂടെ I1 കറണ്ട് പോകുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും പോകുന്നു. ഓക്കെ, കറണ്ട് ഇവിടെ I1 ആണ്. ഓക്കെ, ഇനി അടുത്ത ഇത് നോക്കാം. I1 മൈനസ് I2 ഇതിൽ കൂടെ പോകുന്നു, അതിന്റെ ഡയറക്ഷൻ അറിയാം. I2 യുടെ ഡയറക്ഷൻ ഇതിൽ കൂടെ ഇങ്ങനെ I2 പോകുന്നു, ഇങ്ങോട്ട് I2 പോകുന്നു. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എല്ലാ സൈഡിലും കറണ്ടിന്റെ ഡയറക്ഷൻ എനിക്ക് കിട്ടി. ഞാൻ നോക്കുന്ന ഡയറക്ഷനും എനിക്കറിയാം. അപ്പൊ നമുക്ക് ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്യാം. എന്തിനാ അപ്ലൈ ചെയ്യുന്നത്? എനിക്ക് I1 ഉം I2 ഉം അറിഞ്ഞുകൂടാ. I1 I2 കിട്ടിക്കഴിഞ്ഞാൽ I1 മൈനസ് I2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ റെസിസ്റ്ററിനുള്ള എഫക്റ്റീവ് കറണ്ട് കിട്ടും. അത് കിട്ടാൻ വേണ്ടി അപ്പൊ രണ്ട് വേരിയബിൾസ് ഉണ്ട്, I1 ഉണ്ട്, I2 ഉണ്ട്. ആ രണ്ട് വേരിയബിൾസ് കിട്ടാൻ വേണ്ടി എനിക്ക് രണ്ട് ഇക്വേഷൻ കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് സോൾവ് ചെയ്ത് രണ്ട് വേരിയബിൾസ് കണ്ടുപിടിക്കാൻ പറ്റണം. ആ രണ്ട് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലൂപ്പിനും ജംഗ്ഷൻ മെഷ് റൂൾ അപ്ലൈ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അപ്ലൈ, അതേപോലെ ഈ ലൂപ്പിനും ഞാൻ ലൂപ്പ് റൂൾ അപ്ലൈ. അപ്പൊ എനിക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷനിൽ നിന്നും എനിക്ക് I1 ഉം I2 ഉം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ഈ എത്ര കറണ്ട് ആണെന്നുള്ളത് എഫക്റ്റീവ് കിട്ടാൻ പറ്റും. അപ്പം ഞാൻ പറയുകയാണ് by loop rule. ഓക്കെ, ഇത് ബൈ ജംഗ്ഷൻ റൂൾ ആയിരുന്നു. ഞാൻ J എന്ന് എഴുതുവാണ്. ഓക്കെ, ബൈ ജംഗ്ഷൻ റൂൾ ആണ് നമുക്ക് ഇത് കിട്ടിയത്. ഓക്കെ, കറണ്ട് I in BC, I in BE എന്ന് എഴുതുവാണ്. ഓക്കെ, ഇനി ബൈ ലൂപ്പ് റൂൾ നോക്കാം. ആദ്യത്തെ ലൂപ്പ് ഞാൻ പറയുകയാണ് ലൂപ്പ് A B E F A. ഓക്കെ, ആദ്യത്തെ ലൂപ്പ് ഇത് മാത്രമേ ഉള്ളൂ എന്ന് കരുതാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം ഞാൻ നോക്കുന്ന ഡയറക്ഷൻ, ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന ഡയറക്ഷനിൽ ആദ്യം സെല്ലുണ്ട്. സെല്ലിന്റെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നത്. അതാ നോക്കുക, സെല്ലിന്റെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അവിടെ എടുക്കേണ്ടത് പ്ലസ് V ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പ്ലസ് V എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം 5 വോൾട്ടേജ് ആണ്. അപ്പൊ പ്ലസ് 5 വോൾട്ടേജ് 5 വോൾട്ട്സ്. ഓക്കെ, പ്ലസ് 5 വോൾട്ട്സ്. ഞാൻ അടുത്ത് നോക്കുക, ഈ കറണ്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്. ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ നോക്കി, പിന്നെ ഇങ്ങനെ നോക്കി, പിന്നെ ഇങ്ങോട്ട് നോക്കി. ഓക്കെ, അപ്പൊ എന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം തന്നെയാണ്. സെയിം ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, സെയിം ആണെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് IR എന്ന് എടുക്കണം. ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എനിക്കറിയാം. ഈ റെസിസ്റ്റൻസ് പറയുന്നത് 10 ആണ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് I into R. ഈ കയറി പോകുന്ന I1 മൈനസ് I2 ആണ്. അപ്പൊ എനിക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. നെഗറ്റീവ് I1 മൈനസ് I2 ഇൻറ്റു R എന്ന് പറയുന്നത് 10 ഓം ആണ്. അപ്പൊ ആ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് എനിക്ക് കിട്ടി മൈനസ് IR ആണ്. ഓക്കെ, ഇനി ഒരു റെസിസ്റ്റർ കൂടെ ഉണ്ട്. ഇത് നോക്കാം, അങ്ങോട്ട് കയറിപ്പോയി. ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ വന്നു, ഇനി ഇങ്ങോട്ട് കയറിപ്പോകും. അപ്പൊ ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഇതാണ്. കറണ്ടിന്റെ ഡയറക്ഷനും I1 ഈ ജംഗ്ഷനിൽ നിന്ന് I1 വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് I1 എങ്ങനെയാണ് കയറി പോകുന്നത്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനും റെസിസ്റ്റൻസിന്റെ ഡയറക്ഷനും സെയിം ആണ്. സെയിം ആണെങ്കിൽ നെഗറ്റീവ് ആണ്. മൈനസ് എത്രയാ കറണ്ട് കയറി പോകുന്നത്? I1 കറണ്ട് ആണ് ഈ റെസിസ്റ്റൻസിൽ കൂടെ കയറി പോകുന്നത്. അവിടെ 2 ഓംസ് ഉണ്ട്. അപ്പൊ IR എന്ന് പറയുന്നത് I1 into 2. This will be equal to 0. നമുക്കറിയാം ലൂപ്പ് റൂൾ പറയുന്നത് ആൽജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൌണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് ഈസ് 0. ആൽജിബ്രൈക് സം എടുക്കണം, സിഗ്മ V എടുക്കണം, സിഗ്മ V നെ 0 ആക്കണം. അപ്പൊ ഞാൻ ആൽജിബ്രൈക് സമ്മിന് ആദ്യം സെൽ ഉണ്ടായിരുന്നു, സെല്ലിന് എടുത്തു. റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, റെസിസ്റ്റൻസിനെ എടുത്തു. അടുത്ത റെസിസ്റ്റർ ഉണ്ടായിരുന്നു, അതിന്റെ റെസിസ്റ്റൻസ് എടുത്തു. ഇതിന്റെ എല്ലാത്തിന്റെയും സം എനിക്ക് 0 ആയിരിക്കും എന്നതാണ് എനിക്ക് ലൂപ്പ് റൂൾ പറയുന്നത്. അപ്പോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയി. ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും? 5 വോൾട്ട് മൈനസ് I1 മൈനസ് I2 ഓക്കെ ഇൻറ്റു 10. അപ്പൊ 10 മൈനസ് 10 I1 പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ്, കാരണം ഇത് മൈനസിന്റെ അകത്തൊരു മൈനസ് എടുക്കണം. അപ്പൊ പ്ലസ് 10 I2. ഇവിടെ 2 I1 ഉണ്ട്. 2 I1 equal to 0. ഇനി I1 ന്റെ ടേംസ് എല്ലാം ഞാൻ കൂട്ടി എഴുതി കഴിഞ്ഞാൽ 5 മൈനസ് 12 I1 മൈനസ് 10 I1 ഉണ്ട്. ഇവിടെ മൈനസ് 2 I1 ഉണ്ട്. മൈനസ് 10 I1 മൈനസ് 2 I1 മൈനസ് 12 I1 പ്ലസ് 10 I2 equal to 0. എനിക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാൻ ലൂപ്പ് BCDEB എന്ന് പറഞ്ഞ ലൂപ്പ് ഞാൻ നോക്കുവാണ്. ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ വരും. ഓക്കെ,
അതാണ് ഞാൻ നോക്കുന്ന ഡയറക്ഷൻ. കറണ്ടിന്റെ ഡയറക്ഷൻ എനിക്കറിയാം, I2 ഇങ്ങനെ കയറി പോകുന്നു, I2 അവിടെ തന്നെ വരുന്നു, I2 ഇവിടെ കയറി പോകുന്നു. ഈ ഒരു സാധനത്തിൽ മാത്രം ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും I1 മൈനസ് I2 പോകുന്നു. ഓക്കെ, അപ്പൊ ആ ലൂപ്പിൽ നോക്കാം. ആദ്യം നമുക്ക് ഈ സെല്ലിന് എടുക്കാം. കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്, ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, സെല്ല് വരുമ്പോഴും ഞാൻ നോക്കുന്ന ഡയറക്ഷൻ നോക്കിയാൽ കറണ്ടിനെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടാണ് ഞാൻ നോക്കുന്നത്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നത്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എനിക്ക് എടുക്കേണ്ടത് പ്ലസ് വി ആയിരിക്കും. ഓക്കെ, അപ്പൊ ലൂപ്പ് നെക്സ്റ്റ് ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യണം. പ്ലസ് വി അറിയാം, എനിക്ക് 2 ആണ്. അപ്പോൾ 2 വോൾട്ട് പ്ലസ് 2 വോൾട്ട് ഞാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ റെസിസ്റ്റർ നോക്കാം. റെസിസ്റ്റർ നോക്കുമ്പോൾ എപ്പോഴും കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കണം, എന്റെ ഡയറക്ഷൻ നോക്കണം. ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആണ് എങ്ങനെയാണ് നോക്കുന്നത്. അപ്പം ഞാൻ നോക്കുന്ന ഡയറക്ഷൻ താഴോട്ടാണ്, കറണ്ടിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് എടുക്കാം. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ഓഫ് എത്ര കറണ്ട് ഇതിൽ കൂടെ കയറി പോകുന്നത്? 2 I2 കറണ്ടാണ് കയറി പോകുന്നത്. 1 ആംപിയർ 1 ഓം ആണ് അവിടെ ഉള്ള റെസിസ്റ്റൻസ്. അപ്പൊ I into R ചെയ്യുമ്പോൾ I2 into 1 ആംപിയർ വരും, പ്ലസ് മൈനസ് I2 into 1. ഓക്കെ, ഇനി മൂന്നാമത് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെ വന്നു, കറണ്ട് ഇങ്ങനെ പോയി എന്നിട്ട് ഞാൻ മുകളിലോട്ടാണ് നോക്കുന്നത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, പക്ഷെ കറണ്ട് കയറി പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ? ഞാൻ പറഞ്ഞു I1 ഇതിൽ കൂടെ ഇവിടെ വന്നിട്ട് 2 തിരിഞ്ഞു പോകും, I2 അങ്ങോട്ട് പോകും, I1 മൈനസ് I2 താഴോട്ട് പോകും. അപ്പൊ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് IR വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് ഈ റെസിസ്റ്റൻസ് 10 R നമുക്കറിയാം 10, I എന്ന് പറയുന്നത് I1 മൈനസ് I2, അത് പ്ലസ് വേണം ചെയ്യാൻ. പ്ലസ് I1 മൈനസ് I2 ഇൻറ്റു 10. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താലോ നമുക്ക് എന്ത് കിട്ടും? 2 മൈനസ് I2 പ്ലസ് 10I1. ഈ ബ്രാക്കറ്റ് തുറക്കുവാണ്, ഈ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ 10I1 മൈനസ് 10I2, 10I2 ഈക്വൽ ടു 0. ഓക്കെ, I2ന്റെ ടേംസ് എല്ലാം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 2 പ്ലസ് 10I1 മൈനസ് 11I2 ഈക്വൽ ടു 0. എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ എനിക്ക് I1 ഉം I2 ഉം അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ I1 I2 വെച്ച് ഞാൻ 2 ഇക്വേഷൻ എഴുതി. എന്തൊക്കെയാ ഇക്വേഷൻ? ആദ്യത്തെ ഇക്വേഷൻ പറഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട്, ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്തിട്ടാം. 5 മൈനസ് 12I1 പ്ലസ് 10I2 ഈക്വൽ ടു 0. ഓക്കെ, അതേപോലെ 2 പ്ലസ് 10I1 മൈനസ് 11I2 ഈക്വൽ ടു 0. 2 വേരിയബിൾസ്, 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനും എനിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് I1 ഉം I2 ഉം കിട്ടും. ഓക്കെ, നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കാവോ? സ്വന്തമായിട്ട് ഒന്ന് സോൾവ് ചെയ്യുക, ഞാൻ ആൻസർ ബോർഡിൽ എഴുതിയതാണ്. ഓക്കെ, അപ്പോ 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എലിമിനേഷൻ മെത്തേഡ് ആണ്. അപ്പൊ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ നമുക്ക് I1 എലിമിനേറ്റ് ചെയ്യാം. I1 എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 12I1 ഉണ്ട്, ഇവിടെ 10I1 ഉണ്ട്. അപ്പം ഈ ഇക്വേഷനെ ഞാൻ 12 കൊണ്ടും ഈ ഇക്വേഷനെ ഞാൻ 10 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ടും 120 ആയി കിട്ടും. 12 into 10 120, 10 into 12 120. ഓക്കെ, അപ്പോൾ എനിക്ക് എഫക്റ്റീവ് ഇക്വേഷൻ എന്തായി? ഞാൻ എല്ലാത്തിനെയും 12 കൊണ്ടും 10 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 50 മൈനസ് 120 I1 പ്ലസ് 100 I2 ഈക്വൽ ടു 0. ഇപ്പുറത്തെ സൈഡും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇപ്പുറത്തെ സൈഡ് 0 ആയതുകൊണ്ട് 0 തന്നെയാണ്. ഓക്കെ, ഇപ്പുറത്ത് ചെയ്യുമ്പോൾ 24 പ്ലസ് 120 I1 മൈനസ് 132 I2 ഈക്വൽ ടു 0. ഓക്കെ, ഈ 2 ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് I1 പോയി കിട്ടും അല്ലെ? കാരണം പ്ലസ് 120 I1 ഇവിടെ മൈനസ് 120 I1 രണ്ടും കൂടെ കട്ട് ചെയ്തു. പ്ലസ് 74 പ്ലസ് മൈനസും കട്ട് ചെയ്ത് പോയി, മൈനസ് 32 I2 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I2 കിട്ടും. I2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് I1, എനിക്ക് കിട്ടേണ്ട അവസാനം എന്താണ്? ഈ 10 ഓം റെസിസ്റ്റൻസിൽ എത്ര കറണ്ട് കയറി പോകുന്നതാണ്. 10 ഓം റെസിസ്റ്റൻസിൽ കയറി പോകുന്ന കറണ്ട് I1 മൈനസ് I2 ആണ്. ഫൈനലി കിട്ടേണ്ട ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.03 ആംപിയർ എന്നതാണ് ഫൈനലി കിട്ടേണ്ട ആൻസർ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക, I2 കിട്ടും. I2 കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കിട്ടിയാൽ മതി, എനിക്ക് I1 കിട്ടും.
അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് കിർച്ചോഫ് ലോസിനെ കുറിച്ചാണ്. കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് രണ്ട് റൂൾ ഉണ്ട്. ആദ്യത്തെ ജംഗ്ഷൻ റൂൾ, രണ്ടാമത്തെ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് പറയും. ജംഗ്ഷൻ റൂൾ വരുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കറണ്ട് കൊണ്ട് തന്നെയാണ്. ജംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ്, ഒന്നിൽ കൂടുതൽ പാത്ത് മീറ്റ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ എത്ര കറണ്ട് കയറി പോകുന്നു, 5 ആംപിയർ ആണ് കയറി പോകുന്നതെങ്കിൽ പുറത്തിറങ്ങി പോകുന്നതും ടോട്ടൽ 5 ആംപിയർ ആയിരിക്കും. അപ്പൊ പുറത്തിറങ്ങി പോകുന്ന കറണ്ടിന്റെ സമ്മും അകത്ത് കയറി പോകുന്ന കറണ്ടിന്റെ സമ്മും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈക്വൽ ആയിട്ടായിരിക്കണം കിട്ടേണ്ടത്. എന്നാണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. ഇനി ലൂപ്പ് റൂൾ പറയുന്നു ടോട്ടൽ സം ഓഫ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എടുക്കണം, സെൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എടുക്കണം. എങ്ങനെ അതിന്റെ ഡയറക്ഷൻ എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ -V, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ +V. അത് സെല്ലിന്റെ കേസ്. റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ടിന്റെ ഡയറക്ഷനും ഞാൻ നോക്കുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ നെഗറ്റീവ് IR എന്ന് എടുക്കാം. കറണ്ടിന്റെ ഡയറക്ഷനും ഞാൻ നോക്കുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ പോസിറ്റീവ് IR എന്ന് എടുക്കാം. എന്നിട്ട് അതിനെ 2 ലൂപ്പിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഡൗൺ ഇൻ ദ കമന്റ്സ്.